ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ ഒരു പുളിശ്ശേരി തയ്യാറാക്കിയെടുത്താലോ. പൈനാപ്പിൾ പുളിശ്ശേരി ആട്ടോ ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് മധുരക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് ഞാനിതാ ഒരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ പകുതി ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പുളിശ്ശേരിക്ക് നമ്മൾ ചെറിയ രീതിയിൽ അരിഞ്ഞെടുക്കരുത്, ഇതുപോലെ വലിയ പീസായിട്ട് തന്നെ വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. പൈനാപ്പിൾ കിച്ചടിയൊക്കെ തയ്യാറാക്കിയെടുക്കുമ്പോൾ വളരെ നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ വേണ്ടി. പക്ഷേ ഇതിലേക്ക് നമുക്ക് ഇതുപോലെ വലിയ പീസ്, ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരിയൊക്കെ കണ്ട് മാമ്പഴ പുളിശ്ശേരിയിലൊക്കെ മാമ്പഴം അതുപോലെ അങ്ങ് ഇടാറല്ലേ ചെയ്യാറ്. അപ്പോൾ അതുപോലെ ചെയ്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരുപാട് അങ്ങ് കൂടിപ്പോരുത്, കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. ഒരു 1/4 ടീസ്പൂൺ തന്നെ മതി കേട്ടോ. പിന്നെ നമുക്ക് 2 പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ല എരിവും നല്ല മധുരവും ഒക്കെയുള്ള ഒരു കറിയാണ്. അപ്പോൾ അതാ 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടി ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം 1.25 കപ്പ് വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പിന്നെ നമുക്കതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം പിന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം നമുക്ക്. ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഇത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് തന്നെ കുക്കായി വരും. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്, വളരെ കുറച്ച് ചേരുവകളും മതി. അപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. തൈര് ഞാൻ മിക്സിയിലെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് സ്മൂത്താക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചിട്ട് സ്മൂത്താക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്തൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ആ തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് എരിവും മധുരവും ഒക്കെ ഉള്ളൊരു കറിയാണല്ലോ. അപ്പോൾ അതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂൺ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു സമയത്താണ് ഇനി നമ്മളതിലേക്ക് തൈര് അടിച്ചെടുത്തത് ചേർത്ത് കൊടുക്കാനായിട്ട് പോണത്. തൈര് അടിച്ചിട്ട് ചേർക്കട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കട്ട കുത്തിയൊക്കെ നിൽക്കും. കട്ട തൈരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കട്ട കുത്തിയൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തൈര് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മൾ തിളപ്പിച്ചെടുക്കരുത്, ജസ്റ്റ് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളപ്പിക്കാനായിട്ട് നിൽക്കരുത്, അത്രയും മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ തൈരിലേക്ക് ജസ്റ്റ് ഒരു ചൂടിങ്ങനെ എത്തിയാൽ മാത്രം മതി. അപ്പോൾ ഇത്രയും മതി. ഇനി ഇതിലേക്ക് താളിച്ചൊഴിക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ കുറച്ച് ലൂസായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊന്നും ഒരുപാടൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള കറക്റ്റ് അളവിന് മതി. ഇത് കുറച്ച് നമ്മൾ സാധാരണ കറി പോലെയല്ല, ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. പച്ചടി കിച്ചടി പോലെയൊന്നുമല്ല, കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഇത് താളിക്കാൻ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ എണ്ണ മൂപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 വറ്റൽമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചെറിയ തീയിലാക്കിയതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഒന്ന് ഈ ഒരു വെളിച്ചെണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു 10 സെക്കൻഡ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അതേ ഇതിലേക്ക് ഒഴിക്കുക. മുളക് പൊടി ഓപ്ഷണലാണ്, നല്ലൊരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള പൈനാപ്പിൾ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ മധുരക്കറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഈ ഒരു ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിനൊക്കെ തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. താങ്ക്